ഹലോ മുത്തുമണികളെ, നിങ്ങൾ കാണുന്നുണ്ടാവും ഇന്നലത്തെ ഒരു ലൈവ്, നമ്മുടെ എല്ലുടായ്പ ടീംസിൻ്റെ ഒരു ലൈവ്. അപ്പം ഇങ്ങനെ ഞാനിരുന്നിങ്ങനെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഓടിയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതായത് ആ ഉമ്മ പോലും അറിഞ്ഞില്ല എൻ്റെ ലൈവിൽ ഞാൻ ആ ഉമ്മാനെ വിളിച്ചത് ലൈവിലാണ് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ അവിടെ തന്നെ പറയുന്നു. അപ്പോൾ അതായത് ആ ഉമ്മ ചതിക്കപ്പെടുകയായിരുന്നു, എൻ്റെ ഒരു സംഭവത്തിൽ ചതിക്കപ്പെടുകയാണ് ചെയ്തത്. അത് പക്ഷേ എനിക്ക് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് കാണിക്കണമായിരുന്നു. കാരണം ഒരുപാട് പ്രവാസികൾ ഇവളുടെ വലയിൽ വീണ് നട്ടം തിരിയുന്ന ഒരു കാലമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തും അതിൽ പെട്ടുപോയത് കൊണ്ട് തന്നെ അതെനിക്ക് പബ്ലിക്കിൽ എനിക്ക് കാണിക്കണം, എനിക്കത് പറയണമായിരുന്നത് കൊണ്ടാണ് ആ ഉമ്മാനെ വിളിച്ചത്. അവരന്ന് ഈ പറയാൻ ഒരാളില്ലാതിരിക്കുന്ന സമയത്ത് പറഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ അതൊന്ന് പബ്ലിക്കിൽ ആ ഉമ്മാൻ്റെ വോയിസ് എത്തി. ഭയങ്കര മഴയുടെ ആ ഉമ്മാൻ്റെ വോയിസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരുത്തി, അത് ഇതെന്നും പറഞ്ഞ് കരയുന്ന ഒരുത്തിയാണ് ഇവള് അയ്യോ എൻ്റെ ഉമ്മ എന്നെ പബ്ലിക്കിൽ നാറ്റിച്ചേ എന്ന് പറയുന്ന ഇവള് തന്നെ ഇവളുടെ വാട്സപ്പിൽ ഇവള് കൊടുത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുത്ത ഉമ്മാൻ്റെ വോയിസ് എടുത്തുകൊണ്ട് വന്ന് പബ്ലിക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവള് ചെയ്തതും തെറ്റ് തന്നെയല്ലേ? അപ്പോൾ ആ ഉമ്മ ആ വോയിസിൽ, നിങ്ങൾ ആ വോയിസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഉമ്മ പറയുന്ന ഒരു കാര്യം കേൾക്കാം. ആ ഉമ്മയ്ക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഉമ്മ പറയും, നീ എന്തിനടി എൻ്റെ ഫോണിൽ അയച്ച മെസ്സേജുകൾ നീ ഡിലീറ്റ് ആക്കുന്ന എന്തിനെന്ന് ഉമ്മ പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇവൾ നല്ല ബുദ്ധിപൂർവ്വം ഇവളങ്ങോട്ട് പ്രകോപിപ്പിച്ച് ആ ഉമ്മാൻ്റെ വായിരിക്കണം മൊത്തം തെറിയും കേട്ട്, അത് വാട്സപ്പിൽ എന്നിട്ട് ഇവളുടെ വോയിസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഇവൾ ഭയങ്കര നന്മ മരമായിട്ട് ഉമ്മാനെ വലിച്ചു കീറാൻ പൊതുജനങ്ങളുടെ മുന്നിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കുടുംബം ബെസ്റ്റ് കുടുംബമാണ് കേട്ടോ. കുടുംബത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ പറയണത് ആ നാട്ടുകാരുടെ അടുത്താണ്. ശരിക്കും നിങ്ങൾ ഒരു 50 വീട്ടുകാർ ചേർന്ന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി DYSP ഓഫീസിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക. ഈ ഒരു കുടുംബത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ശല്യം സഹിക്കാൻ വയ്യ, നിങ്ങളെ നാട് തന്നെ നാണം കെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ മെയിൻ എന്ന് പറയുന്നത്, ഈ കുട്ടികൾ 3 പേരും സുരക്ഷിതരല്ല. ഉമ്മയും നോക്കണ്ട. കാരണം അത്രയും ഡേഞ്ചർ പോർഷനിലാണ് ഈ മക്കൾ ജീവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ നാട്ടുകാർക്ക് ചുണയുണ്ടാക്കി, നിങ്ങൾ നാട്ടുകാരടുത്താണ് ഞാൻ പറയണത്, നാട്ടുകാർക്ക് ചുണയുണ്ടാക്കി നിങ്ങൾ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി DYSP ഓഫീസിലോ അല്ലെങ്കിൽ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ DYSP ഓഫീസിൽ മെമ്മോറാണ്ടം കൊടുക്കുക.